ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മൾ സമാധാനത്തിനും സുഖത്തിനും വേണ്ടി എവിടെയെല്ലാമാണ് അലയുന്നത്, എന്തെല്ലാം വസ്തുക്കളെയാണ് സംഭരിക്കുന്നത്. താൻ ആഗ്രഹിച്ച വസ്തുക്കളെല്ലാം കിട്ടിയാൽ തനിക്ക് സുഖവും സമാധാനവും കിട്ടും എന്ന് കരുതി അത്തരത്തിലുള്ള വസ്തുക്കളുടെ ലഭ്യതയ്ക്കായി അക്ഷീണം പ്രയത്നിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വരൂപത്തെ അറിയുമ്പോഴാണ്. നാം ആരാണെന്ന പരമസത്യം അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി മറ്റെന്ത് കിട്ടിയാലും ഉണ്ടാവുകയില്ല. അങ്ങനെ നമുക്ക് സംതൃപ്തി തരുന്നത് ഏതിൽ നിന്നാണ്? ഈശ്വരനിൽ നിന്ന്. സർവേശ്വരനെ അറിയുമ്പോൾ ഈശ്വരൻ ആനന്ദസ്വരൂപിയും അഭയപ്രദനും വിജ്ഞാനപ്രദനുമാണെന്ന് നമുക്കനുഭവമാകും. അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും അഭയത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതാണ് വാസ്തവത്തിൽ. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയേണ്ടതായിട്ടില്ല. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ലഭിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ പരിപൂർണമായ സംതൃപ്തിയായിരിക്കും നമുക്ക് അനുഭവമാവുക. ആ സർവേശ്വരൻ എവിടെയാണ്? ഈശാവാസ്യമിതം സർവം. ഈശ്വരൻ ഇവിടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അതിനെ നാം എവിടെ തിരഞ്ഞാലാണ് കിട്ടുക? ലോകം മുഴുവൻ അതിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യരും. ഈശ്വരനെ അറിയാൻ എവിടെയെല്ലാം പോകുന്നു. ഹിമാലയത്തിൽ പോകുന്നു, അതുപോലെ പുണ്യസ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ അനവരതം എത്ര കാലം സഞ്ചരിച്ചാലും നമുക്ക് അത് ലഭിക്കുകയില്ല. മഹത്തുക്കളെ സന്ദർശിച്ചാൽ അത് എവിടെയാണ് എന്നും അതിന് ലഭിക്കാനുള്ള വഴി എന്താണ് എന്നും അവർ പറഞ്ഞു തരും. അതിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് അത് അനുഭവമാവുകയും ചെയ്യും. അത് കിട്ടേണ്ട ഒരു വസ്തുവല്ല, അതിവിടെ ഉള്ളതാണ്. അത് ബോധിക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ സ്വരൂപവും. കായത്തിലീശൻ ഇരിക്കേ ചിലർ പായുന്നു ദിക്കെല്ലാം ഈശനെ തേടി. നീയതുപോലെ ഓടാതെ മനമേ ജ്ഞേയനാമീശനെ നിന്നുള്ളിൽ നോക്കൂ. ഇതൊരു കവി പാടിയതാണ്. കായത്തിലീശൻ ഇരിക്കേ ചിലർ. കായം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാകുന്ന കായത്തിൽ ഇരിക്കുന്നു ആ സർവേശ്വരൻ. എന്നിട്ട് കായത്തിൽ ഈശൻ ഇരിക്കേ ചിലർ പായുന്നു ദിക്കെല്ലാം ഈശനെ തേടി. ദൈവത്തെ തേടി എന്നാൽ സമാധാനത്തെ തേടി, സന്തോഷത്തെ തേടി ലോകം മുഴുവൻ അലയുന്നു. എവിടെ അലഞ്ഞാലും അത് ലഭിക്കുകയില്ല. അത് ലഭിക്കണമെങ്കിൽ ജ്ഞേയനാമീശനെ, ജ്ഞേയൻ എന്നാൽ അറിയപ്പെടേണ്ടതായ ഈശനെ നിന്നുള്ളിൽ നോക്കൂ. നിന്നുള്ളിൽ നോക്കൂ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിലേക്കുള്ള ഓട്ടം നിലച്ച് മനസ്സെവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകുന്നതാണ് നിന്റെ ഉള്ള് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉള്ള് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ള് എന്നല്ല. ഈ ശരീരത്തിൻ്റെ പുറത്ത് ത്വക്കുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ ഉള്ള വസ്തുക്കൾ ആമാശയം, ഹൃദയം, ശ്വാസകോശങ്ങൾ,
വൻകുടൽ, ചെറുകുടൽ മുതലായ അനേക അവയവങ്ങളുണ്ട്. അതിലേക്ക് നോക്കൂ, നിന്റെ ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അവയവങ്ങളെ നോക്കൂ എന്നല്ല. അതല്ല നമ്മുടെ ഉള്ളിൽ ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് ഒഴുകുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് പിൻവലിഞ്ഞ് നമ്മുടെ സ്വന്തം സ്വരൂപത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ മനസ്സെവിടെ നിന്നുണ്ടായോ അവിടേക്കത് തിരിച്ചു പോകുന്നു. അതാണ് നിന്നുള്ളിൽ നോക്കൂ എന്ന് പറയുന്നത്. സ്വന്തം സ്വരൂപത്തിലേക്ക് തിരിച്ചെത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഈ അനുഭവം അല്ല. ഇതുമായി അതിനെ താരതമ്യം ചെയ്യാനും കഴിയില്ല. അതവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവമാകൂ, പറയാനും പറ്റുന്നതല്ല. അത് പറഞ്ഞ് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല. യഥോ വാചോ നിവർത്തന്തേ, അവിടെ എത്തുമ്പോൾ നമ്മുടെ വാക്കുകൾ പിൻവലിയുന്നു. അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഉള്ളതല്ല ഈ നാവ്. സംസാരിക്കുന്നത് വിഷയവസ്തുക്കളെയാണ്. അതിനെ പറയുവാനോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ സാധ്യമല്ല. സ്വയം അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നാം എന്ത് ചെയ്യണം? കായത്തിലീശൻ ഇരിക്കേ ചിലർ പായുന്നു ദിക്കെല്ലാം ഈശനെ തേടി, നീയതുപോലെ ഓടാതെ മനമേ, ജ്ഞേയനാമീശനെ നിന്നുള്ളിൽ നോക്കൂ.